ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരമൽ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. 1.5 കിലോ തൂക്കം വരുന്ന ഒരു കാരമൽ കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഓൾറെഡി വാനിലയുടെ സ്പോഞ്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 4 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ സോസ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അത്യാവശ്യം ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് 200 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിട്ടാൽ പഞ്ചസാര കാരമലൈസ് ആകുമ്പോൾ കയ്പ്പ് രസം ഉണ്ടാവും. ഇപ്പോൾ പഞ്ചസാര അത്യാവശ്യം കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പകുതി കണ്ടൻസ്ഡ് മിൽക്കും പകുതി ക്രീമും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കാരമലിലേക്ക് ചേർത്തപ്പോൾ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ലൂസായിട്ട് വന്നോളും. ഈ കാരമൽ സോസ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ട് ഫുള്ള് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ സോസ് കിട്ടും. ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ നമ്മുടെ കാരമൽ സോസ് കട്ടയൊന്നുമില്ലാതെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പുള്ള ബട്ടർ ആയാലും ചേർത്ത് കൊടുക്കാം, ഉപ്പില്ലാത്തതായാലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പുള്ള ബട്ടറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ ഉപ്പില്ലാത്തതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 നുള്ളുപ്പ് ഈ ഒരു സോസിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ കാരമൽ സോസ് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം തിക്കായിട്ട് വന്നോളും. കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് 2.25 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാരമൽ സോസ് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായില്ലേ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാരമൽ ഫ്ലേവേർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പീസിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുത്ത ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ മീതേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാരമൽ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ കാരമൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സും ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ക്രീം ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രീം ആഡ് ചെയ്തിട്ട് ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് ലെവൽ ചെയ്തെടുത്താൽ നല്ല ഫിനിഷിംഗ് ലുക്കിൽ കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ലാസ്റ്റായിട്ട് ഒരു റബ്ബർ സ്പാറ്റില വെച്ചിട്ട് ചുറ്റും ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്, ആ ഒരു സ്പാറ്റിലയുടെ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ വേണോട്ടോ ചെയ്യാനായിട്ട്. ഇനി ഈ കേക്ക് നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം കാരമൽ സോസ് ഇതിൻ്റെ മീതേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. നല്ല തണുത്ത കേക്കിൻ്റെ മീതേക്ക് ഒഴിച്ച് കൊടുത്താലേ കാരമൽ സെറ്റായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ മെൽറ്റായിട്ട് പോവും. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ചുറ്റും ഒരു ഡ്രിപ്പ് മോഡലും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതപ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണോട്ടോ, എന്നാലേ പെട്ടെന്ന് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരമൽ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ബേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. താങ്ക്